പുലാർന്ന് എഴുതിയിട്ട് എന്താ സലീനാന്ന് വേണ്ട, സലീന. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്നോട് വർക്ക് ചെയ്താൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? അഡ്രസ് എഴുതാൻ അറിയില്ല. ചേട്ടോ അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? മാറുന്നല്ലതാ. രവി പുലാർന്ന് എഴുതിയിട്ട് എന്താ. എല്ലാവർക്കും നമസ്കാരം. കണ്ടല്ലോ അല്ലേ? എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ ഇന്ന് ചെയ്ത ഒരു തോന്നിവാസമാണ്, ഒരു തെമ്മാടിത്തമാണ്. അതിൽ കുറഞ്ഞൊരു വാക്ക് എനിക്ക് പറയാനില്ല കേട്ടോ. അതായത് മണ്ണാർക്കാട് നഗരസഭയിൽ അവിടെ ഒരു വിജയോത്സവം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു 19, 20, 22 തുടങ്ങിയ വാർഡുകളിലെ SSLCക്ക് A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് കേട്ടോ. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ KT ജലീൽ എന്ന് പറയുന്ന ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാൻ പറ്റാത്ത എന്ന് തന്നെ പറയട്ടെ അല്ലെ. KT ജലീലിനെ വിദ്യാർത്ഥികൾ എന്തിനു വേണ്ടി മാതൃകയാക്കണം? ഒരു മന്ത്രി എങ്ങനെ ഭരിക്കരുത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് KT ജലീൽ. ബന്ധു നിയമനത്തിന്റെ പേരിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ, കോടതി അധികാരത്തിൽ നിന്ന് മാറ്റിയ, ഒരിക്കലും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തം ചെയ്യാൻ പാടില്ല ഒരു മന്ത്രിയും. അങ്ങനെ തെമ്മാടിത്തം ചെയ്തവനാണ് KT ജലീൽ എന്നുള്ളത് അല്ലെ. ലോകായുക്തയിൽ കേസ് വന്നു, അങ്ങനെ KT ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്നു, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയും അയാളെ കണ്ടു പഠിക്കരുത്. അയാളാണ് ഈ പറയുന്ന വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അയാൾ എന്താ ചെയ്തതെന്നറിയോ? അതായത് ആ മുന്നിലിരിക്കുന്ന കുട്ടികൾ, അതായത് A+ നേടിയ കുട്ടികളാണ്. ഇവർക്ക് A+ കൊടുത്തത് ആരാണ്? ഇവർക്ക് A+ കൊടുത്തത് ഇയാളിപ്പം CPM-ൽ ചേർന്നല്ലോ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇയാളും ഇയാളുടെ ഭാര്യയും CPM-ൽ ചേർന്നത്. എന്ന് പറഞ്ഞാൽ CPM-ലെ മൂത്ത സഖാക്കളാണ് ഇപ്പോ ഈ പറയുന്ന KT ജലീലും ഭാര്യയും. ഈ KT ജലീൽ ചേർന്ന ഈ CPM, നേരത്തെ ഇയാൾ CPM-ന്റെ സഹയാത്രികനാണല്ലോ, അങ്ങനെയാണല്ലോ MLA ആയതും മന്ത്രിയായതൊക്കെ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ ഒരു കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് അല്ലെ. കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ്. ഈ കുട്ടികൾ മുഴുവനും A+ നേടിയ കുട്ടികളാണ്. അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്ന വേദിയാണ്. ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇയാൾ കുട്ടികളോട് ചോദിക്കുകയാണ്, A+ നേടിയ ഹിന്ദിയിൽ A+ നേടിയ കുട്ടികൾ ആരൊക്കെ? അപ്പം മിക്കവാറും A+ നേടിയ കുട്ടികളാണല്ലോ. എല്ലാവരും എഴുന്നേൽക്കുന്നു. എന്നിട്ട് അയാള് ഈ പറയുന്ന KT ജലീൽ എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി അതിൽ ഓരോ കുട്ടീനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഇയാൾ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് ഇയാൾ ഹിന്ദിയിൽ കേട്ടെഴുത്തല്ല, ഹിന്ദിയിൽ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും അഡ്രസ്സും എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഇയാൾ വലിയ മാഷ മാതിരി, നിങ്ങൾ നോക്കണം, ഈ പൊതുവേദിയിലാണ്, ഈ പൊതുവേദിയിൽ കുട്ടികളെ ഇയാൾ അപമാനിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയുകയാണ്, ഇത് അക്ഷരം തെറ്റാണ്, ഇങ്ങനെയല്ലേ എഴുതുക, താൻ ഇങ്ങനെ എഴുതാത് ദാനാണ്. ഇയാൾ പഠിപ്പിക്കുകയാണ്, ഇയാൾ ഹിന്ദി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കുട്ടികളെ ചെവി പിടിച്ച് തിരുമുകയാണ് ഈ തെമ്മാടി. ഇയാളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ചെന്നിത്തലയുടെ പോലീസ് KT ജലീലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതാണ്. ഇയാള് അഭിനന്ദിക്കേണ്ട അനുമോദിക്കേണ്ട കുട്ടികളെ ഇയാൾ സ്റ്റേജിൽ വെച്ച് അപമാനിക്കുകയാണ്. കേരളം യഥാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കേണ്ട ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. ഇങ്ങനെ ഇയാളൊരു മുൻ മന്ത്രിയാണ് എന്നുള്ളത് എത്രമാനം അപമാനകരമാണ് കേരളത്തില് അല്ലെ. പിടിച്ചു പുറത്താക്കപ്പെട്ട മന്ത്രി, ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കാര്യം ചെയ്ത അധമനാണ് ഇയാള്. ഇയാളുടെ പഴയ ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചു പോയാലേ സിമി എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രചാരകനായിരുന്നു ഈ മനുഷ്യൻ. ഇസ്ലാമിക വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത മനുഷ്യനായിരുന്നു. അവസാനം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് സിമിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. അങ്ങനെയാണ് ഇയാള് യൂത്ത് ലീഗിൽ ചേരുന്നതും ലീഗിന്റെ പ്രവർത്തകനായി മാറുന്നതും. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് അവിടെ എറിഞ്ഞപ്പോഴാണ് ചെന്ന് വീണത് ഇവിടെ CPM-ന്റെ കൂടാരത്തിൽ. CPM-ന് ഇങ്ങനെ എല്ലാവിധ ക്ഷുദ്രജീവികളെയും പേർന്നൊരു പ്രസ്ഥാനമായതുകൊണ്ട് CPM ഇയാളെ എന്ത് ചെയ്തു? ഇയാളെ സ്വീകരിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ നിർത്തിയടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഉപയോഗിച്ചു. അങ്ങനെ മലപ്പുറത്തേക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അധമനെ ഉപയോഗിച്ചുകൊണ്ടാണ് CPM മലപ്പുറത്തെ തങ്ങളുടെ ആധിപത്യം നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവസാനം ഇതാ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി ഒരു ദിവസം CPM-ലേക്കാണ് പ്രവേശിച്ചു. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, CPM-ൽ കൂടി പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളുമാര് തോന്നിയാസങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കണം, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ മക്കൾ ഇതേപോലുള്ള ഒരു പുരസ്കാര വേദിയിൽ, ഒരു അനുമോദന വേദിയിൽ എത്തുകയാണ്. നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും?
ഈ കുട്ടികൾ A+ നേടിയ കുട്ടികൾ അവരെ അനുമോദിക്കാൻ വേണ്ടി പോവുകയാണ് നഗരസഭ. അപ്പോഴാണ് ആ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് കേട്ടെടുത്ത് ഇയാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ എഴുതണം, അല്ലെങ്കിൽ കുട്ടികളുടെ അഡ്രസ്സ് എഴുതണം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഈ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടികളെ അപമാനിക്കുകയാണെന്നേ. ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചെവി പിടിക്കുക. കുട്ടികളുടെ ചെവി പിടിച്ചതിരിക്കാൻ ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? ഇയാൾ ഇവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന കൊളസ്ട്രോൾ ആണെന്നുള്ള രീതിയിലോ? ഏതായാലും ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത നല്ല കാര്യം തന്നെ. MSFന്റെ എന്താ പറയാ ജില്ലാ നേതൃത്വമൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏതായാലും അത്രയും നല്ല കാര്യം. വേറൊരു കാര്യം ഈ KT ജലീൽ ആലോചിക്കേണ്ടതാണെന്നറിയോ? ഈ കുട്ടികൾക്ക് A+ കൊടുത്തതാരാ? ഈ കുട്ടികൾക്ക് കേട്ടെഴുതാനോ അല്ലെങ്കിൽ ഹിന്ദി മുഴുവൻ നന്നായിട്ട് എഴുതാനോ അറിയില്ല എന്ന് വിചാരിക്കുന്നത് ആരുടെ തെറ്റുന്നേ? ഈ കുട്ടികളുടെ തെറ്റാണോ? ഈ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതി ഇവർക്ക് A+ കൊടുത്തത് ആരാ? വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ CPM ഭരിച്ചിരുന്ന ഈ LDF സർക്കാരാണ് ഈ കുട്ടികൾക്ക് A+ ഒക്കെ കൊടുത്തത്. എന്നിട്ട് ഇവരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പറയാണ്, നിങ്ങൾക്ക് വിവരമൊന്നുമില്ല, നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾക്ക് ഹിന്ദി എഴുതാൻ അറിയില്ലാന്ന്. ഇവര് പാസ്സാക്കിയ ഇവരെ A+ കൊടുത്ത കുട്ടികളെ ഇവര് തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഇവരെ അപമാനിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഓൺലൈനിൽ വാർത്ത കണ്ടിട്ട് ഞാനതോടെ നമുക്കൊരിക്കലും എന്താ പറയാ, ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്നേ. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ അവരെയാണ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചു വരുന്നത്. നമ്മൾ അവിടെ തന്നെ അടിക്കില്ല അവനെ. ഒരു അനുമോദന ചടങ്ങാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ വരികയാണ്. ഒരുപക്ഷെ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു ആദ്യത്തെ അവസരമൊക്കെ ആയിരിക്കും ഇത്. സ്റ്റേജിൽ കയറി ഒരു സമ്മാനമൊക്കെ വാങ്ങാൻ, സ്റ്റേജിൽ കയറി ഒരു അവാർഡൊക്കെ വാങ്ങാൻ, ഇതിനു വേണ്ടിയിട്ട് അഭിമാനപൂർവ്വം നമ്മൾ വരികയാണ്. അപ്പോഴാണ് ഈ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് ഇവന്റെ കേട്ടെടുത്ത് എന്നിട്ട് അവനെ എനിക്ക് തോന്നുന്നത് ഇവന് ഹിന്ദി അറിയില്ല. കുട്ടികൾ ചിലപ്പം ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാകുക. എന്നിട്ട് ഇവൻ അവിടെ നിന്ന് തെറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടേക്കും ഇവരുടെ ചെവി പിടിക്കുകയാണ് ഇവൻ. കുട്ടികൾ എന്നിട്ട് അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ പേര് എഴുതാൻ അറിയില്ലേ, അമ്മയുടെ പേര് എഴുതാൻ അറിയില്ല, തറവാട്ട് പേര് എഴുതാൻ അറിയില്ല എന്ന് ചോദിച്ചിട്ട് ഇവൻ അധിക്ഷേപിക്കുന്നു. ഇങ്ങനൊരു കാഴ്ച ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അപമാനിക്കുക കുട്ടികളെ. ഏതായാലും ഇതിന് ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളാണ്. പക്ഷെ എപ്പോഴും എന്നിട്ട് ഇവൻ ന്യായീകരിക്കുകയാണ്. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. KT ജലീൽ ന്യായീകരിക്കുന്നു. ചെയ്തത് നല്ല കാര്യമാണത്രേ. അഡ്രസ് എഴുതാൻ അറിയില്ല. അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർന്ന് എഴുതിക്കുന്നത് അധികം അങ്ങനെ നമുക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണിത്, അല്ലെ? നമുക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഈ ദൃശ്യങ്ങൾ. ഡോക്ടർ ജിൻഡോ ജോണിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ശ്രീ KT ജലീൽ താങ്കൾ ഒരു നല്ല അധ്യാപകനല്ല എന്ന് വെളിവാക്കുന്ന ഒരു വീഡിയോ കണ്ടു. പരസ്യമായി കുട്ടികളെ ആക്ഷേപിക്കുന്ന ആ ദൃശ്യങ്ങൾ താങ്കൾ മുൻപിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും MLA-യുടെയും സ്ഥാനത്തെ ഒരുപാട് ചെറുതാക്കി കളഞ്ഞു. അതിനേക്കാൾ ചെറുതാക്കിയത് അധ്യാപകനായിരുന്നു എന്ന മേൽവിലാസത്തെ തന്നെയാണ്. ഒരു മെച്ചപ്പെട്ട മനുഷ്യനായിരുന്നുവെങ്കിൽ താങ്കൾ ആ കുട്ടികളെ പൊതുവേദിയിൽ അങ്ങനെ അപമാനിക്കില്ലായിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ആ വിഷയത്തെ അവതരിപ്പിക്കുക. അക്ഷരത്തെറ്റുകൾ വരുത്തുന്ന കുട്ടികൾ ഒരുപാട് അക്ഷരങ്ങൾ തെറ്റിയ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി കഴിവുകേടാണ് എന്ന് മറക്കരുതാത്ത ആളാണ് താങ്കൾ. നമുക്ക് അവരെ തിരുത്താം, അക്ഷരം പഠിപ്പിക്കാം, മികച്ച പൗരന്മാരാക്കാം. പക്ഷെ അതിന് മാന്യമായ രീതികൾ അവലംബിക്കണം. പക്ഷെ അത് ഒരു തരത്തിലും അപമാനിക്കാനാകരുത്. അങ്ങനെ ആകണം അറിവുണ്ടെന്ന് അവകാശപ്പെടുന്നവർ മാതൃക കാണിക്കേണ്ടത്. അങ്ങനെ ആവണം അറിവുണ്ടെന്ന് അവകാശപ്പെടുന്നവർ മാതൃക കാണിക്കേണ്ടത്. ഇവൻ അറിവ് വേണ്ടേ? KT ജലീൽ എന്ന് പറയുന്ന അധമന് എന്ത് അറിവാണുള്ളത്? ഇവൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എന്നൊക്കെ ആ കാലത്ത് അങ്ങനെ ഒരു പദവിയിൽ ഒരിക്കലും ഇരുത്താൻ യോഗ്യനല്ല ഇവൻ. നമുക്ക് അപമാനിക്കാം. ഇങ്ങനെ ഓരോ മന്ത്രിമാർ നമുക്ക് ഉണ്ടായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ലജ്ജ കൊണ്ട്, അല്ലെ, നാണം കൊണ്ട് നമ്മുടെ തലകുനിയും. ഇവന്മാരൊക്കെ ആണല്ലോ നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത്. ഏതായാലും പിടിച്ചു പുറത്താക്കിയല്ലോ. ഇവന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതിൽ ഇവന്റെ ഒരു കൂട്ടക്കാരനെ കൂടെ കണ്ട് നിയമിച്ചത് ബന്ധു നിയമനം. ആ കുട്ടികളെ പരസ്യമായി പരിഹസിച്ചപ്പോൾ ചെറുതായി പോയത് താങ്കൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസമാണ്. അവരുടെ ചെവിക്ക് പിടിക്കാൻ താങ്കൾക്ക് ആരാണ് അധികാരം നൽകിയത്? അതാണ് ചോദ്യം. ഈ കുട്ടികളെ സ്റ്റേജിൽ വെച്ചിട്ടെ കുട്ടികളെ ചെവിക്ക് പിടിക്കാൻ ഇവൻ ആരാണ് അധികാരം നൽകിയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ കുട്ടികളെ സ്റ്റേജിൽ കയറുന്നിട്ട് അവരുടെ ചെവി പിടിക്കേ ഇവനാര്? തരാതരം പോലെ വിജയ ശതമാനം കൂട്ടി അതെല്ലാം സർക്കാർ നേട്ടമാണ് എന്ന് ഘോഷിച്ച
സർക്കാരിൽ താങ്കളും ഉണ്ടായിരുന്നു അപ്പക്കഷ്ണങ്ങൾ വീതിക്കാൻ. ബന്ധു നിയമനത്തിരക്കിൽ കാണാതെ പോയതാകാമെന്നൊരു കുത്തുകൂടി ജിൻഡോ ജോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് പ്രതികരിക്കില്ലെന്നും പരിഹസിക്കില്ലെന്നും മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കില്ലെന്നും സാഹചര്യത്തിന്റെ സൗകര്യം കൊണ്ട് ഉറപ്പുള്ളവരെ ആക്ഷേപിക്കുന്നതല്ല ഹീറോയിസം. കെ.ടി. ജലീൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനം ഈ വാചകങ്ങളാണ് ജിൻഡോ ജോൺ എഴുതിയത്. കെ.ടി. ജലീൽ മനസ്സിലാക്കേണ്ടതാണ് ഹീറോയിസം എന്ന് പറയുന്നത് തിരിച്ച് പ്രതികരിക്കില്ല എന്നും പരിഹസിക്കില്ല എന്നും മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കില്ല എന്നും സാഹചര്യത്തിലെ സൗകര്യം കൊണ്ട് ഉറപ്പുള്ളവരെ ആക്ഷേപിക്കുന്നതല്ല. അതിലേതെങ്കിലും ഒരു കുട്ടി ചോദ്യം ചെയ്യണമായിരുന്നു. ഞങ്ങളോട് ഇങ്ങനെ എഴുതാനോ പറയാനോ ഒന്നും നിങ്ങൾ ആരെന്ന് ചോദിക്കണമായിരുന്നു. ഞങ്ങളെ കേട്ടെഴുതിപ്പിക്കാൻ, ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് സ്റ്റേജിൽ വെച്ചിട്ട് എഴുതാൻ പറയാൻ താനൊക്കെ ആരാടോ എന്ന് ചോദിക്കേണ്ടിയിരുന്നു കുട്ടികൾ. കെ.ടി. ജലീലിന് മനസ്സിലാവാത്തത് പുതിയ കുട്ടികളുടെ വിവരം അതൊന്നും ജലീലിന് ഉണ്ടാവില്ലാന്നേ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജലീലിന്റെ ബോധ നിലവാരത്തെക്കാൾ കൂടിയ കുട്ടികളായിരിക്കും. അവരുടെ എഴുത്ത്, അവരുടെ ഹിന്ദിയിൽ അവർക്ക് എന്താ പറയാ അക്ഷരങ്ങൾ തെറ്റിപ്പോയാൽ അതല്ല അവരുടെ കഴിവുകേട്. അവർക്ക് ഒരുപാട് കഴിവുള്ളവരായിരിക്കാം. അവിടെ സ്റ്റേജിൽ വെച്ച് അവരെ എഴുതിപ്പിക്കാൻ ഇയാൾക്ക് എന്താണ് അധികാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. ഇനി അക്ഷരം തെറ്റാതെ എഴുതാൻ പഠിച്ചിട്ടും മനുഷ്യരെ വായിക്കാൻ പഠിക്കാത്ത താങ്കൾ ഒരു തരത്തിലും ഒരു ഹീറോയല്ല എന്ന് ജിൻഡോ ജോൺ പറയുകയാണ്. അക്ഷരം അറിഞ്ഞതുകൊണ്ട് മാത്രം അറിവുണ്ടാവുകയില്ല, അറിവുണ്ടായാൽ മാത്രം തിരിച്ചറിവും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം ഉണ്ടായാലും നെറിവ് എന്നത് നെറിവ് എന്നത് മറ്റൊന്നാണ്. നെറിവുള്ള ഒരു വ്യക്തിയും താങ്കൾ ചെയ്ത മിടുക്ക് ആ കുട്ടികളോട് കാണിക്കില്ല. താങ്കൾ അങ്ങനെ ഒരു മിടുക്ക് കാണിക്കാൻ കാരണം എന്താണ്? താങ്കൾക്കറിയാം ഈ സ്റ്റേജിൽ വെച്ച് കുട്ടികൾ മര്യാദക്കാരാണ്. താങ്കളെ പോലെ ഒരു വകക്ക് കൊള്ളാത്തവരല്ല ഈ കുട്ടികൾ. അതുകൊണ്ട് തന്നെ താങ്കൾ വിചാരിക്കുന്നു, താങ്കൾക്ക് അറിയാം ഈ കുട്ടികൾ പ്രതികരിക്കില്ല, ഈ കുട്ടികൾ താങ്കൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളും ഈ കുട്ടികൾ അനുഭവിക്കുമെന്ന് താങ്കൾക്കൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പൊതുവേദിയിൽ വെച്ച് അച്ഛന്റെയും അമ്മയുടെയും മറ്റു ബന്ധുക്കളുടെയും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം അഭിമാനത്തോടു കൂടിയായിരിക്കും വന്നത്. ആ കുട്ടികളെ നിങ്ങൾ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ചെവി പിടിച്ചിട്ട് എടോ തനിക്ക് അക്ഷരം എഴുതാൻ അറിയില്ലടോ എന്ന് ചോദിക്കുമ്പോ എടോ കെ.ടി. ജലീലെ താനൊക്കെ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത്? തനിക്ക് പറ്റിയ പാർട്ടി CPM തന്നെയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് നീയും നിന്റെ പൊട്ടാട്ടിയും അതിൽ ചേർന്നത് വളരെ നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ചേരേണ്ടത് ചേരും. ആ വേദിയിൽ അല്ലെങ്കിൽ ആ സദസ്സിൽ സന്നിഹിതരായ മുഴുവൻ രക്ഷിതാക്കളും ഈ അധമ്മനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടോ. വിടരുത് തമ്മാടിയാണ് കെ.ടി. ജലീൽ എന്നുള്ളത് ഇതിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇനി അഥവാ എതിരഭിപ്രായമുള്ളവർ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാൻ നമുക്ക് സംവാദമാകാം. ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.